ഹലോ ഗായ്സ്, ഇന്നൊരു ഫാമിലി വ്ളോഗാണ്. കുറച്ച് ചെടിയും പച്ചക്കറിയും ഒക്കെ പിടിപ്പിച്ച് വീടൊരു മനോഹരമാക്കാനാണ് എൻ്റെ അമ്മയുടെയും പ്ലാന്. അമ്മ ഇന്ന് വന്നപ്പോൾ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തെച്ചിയും റോസയും അങ്ങനെ കുറേ. അതൊക്കെ കുറച്ച് ചെടിച്ചട്ടിയിലും കുറച്ചല്ലാതെയുമൊക്കെ നടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ വീട്ടിൽ നിന്നാണ് മമ്മി ഇത് പറിച്ചിട്ട് വന്നത്. കാണാൻ എന്താണ് അവിടെ വേറെ ഒത്തിരി ചെടികൾ നിൽക്കുക. അതിന്റെ അകത്തായി പോയി ഇത്. അതാ കാണാൻ കാട് പിടിച്ചു. മറ്റു ചെടികൾ ഇവിടെ കേറി മൂടി കിടക്കും. ഒത്തിരി അങ്ങ് ചെടി തിങ്ങി വളർത്തിയ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പോരാ അവരെ കുറ്റം പറയല്ലേ. കുറ്റമല്ല കേട്ടോ, അവരിപ്പോൾ അവിടെ സ്ഥലത്തില്ല. അപ്പോൾ അവരവരുടെ മക്കളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പം മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. ഈ തെച്ചി മമ്മി കണ്ടു വെച്ചിട്ട് കുറേ ആയി. അപ്പോൾ അത് മമ്മി ആദ്യമേ പോയി നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അത് കാട് മൂടി കിടക്കാനെന്നാണ് മമ്മി പറഞ്ഞത്. ഇതൊരു റോഡിൽ നിന്ന ഒരു റോസയുടെ കമ്പാണ്. നമ്മളുടെ വീട്ടിലും മമ്മി അത് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ശിഖരത്തിൽ തന്നെ നിറച്ചും നല്ല രീതിക്ക് പൂവുണ്ടാവും. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതെ ഗൈസ്, ഇനി ഞാൻ തിരിച്ചു പോരുകയാണ്. അതിൻ്റെ ഒരു വിഷമവും എനിക്ക് നല്ല രീതിക്ക് ഉണ്ട്. ഇതെൻ്റെ ചേച്ചിയും മക്കളും വന്നെയാണ്. ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഇത് നമ്മളുടെ ഫാമിലിയുടെ ഭാവി യൂട്യൂബറാണ് ഗൈസ്. അവൾക്ക് സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ വേണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നൊരു കുട്ടിയാണിത്. ചൈത്ര അരുൺ, ഞങ്ങളുടെ മോളാവ. ഈ നടുന്ന മരം ഗന്ധരാജനാണ്. ഗന്ധരാജൻ നമ്മളിപ്പോൾ റെൻ്റലിന് താമസിക്കുന്ന വീട്ടിൽ മമ്മി എവിടെന്നോ മമ്മിക്ക് ഒരു കമ്പ് കിട്ടിയിട്ട് മമ്മി കൊണ്ട് നട്ടതാണ്. നല്ല ഇഷ്ടം പോലെ പൂക്കൾ അതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പുതിയ വീട്ടിലും ഒരു ഗന്ധരാജൻ്റെ തൈ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വിളിക്കുമ്പം വീട്ടിൽ ഇപ്പം നല്ല ചൂടാണല്ലോ, ചെടികളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിൽ ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊന്ന് നനച്ചൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇപ്പോഴും ഞങ്ങളുടെ റെൻ്റൽ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. എല്ലാ ചെടികളും നട്ടിട്ട് എല്ലാം നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുറകിലെല്ലാം കൊണ്ടുവന്ന് കുറച്ച് പച്ചക്കറി വിത്തുകളും കൂടെ നമ്മൾ പാകിയിട്ടിട്ടുണ്ടായിരുന്നു. പയറും പാവലും വെണ്ടയൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ വിത്തുണ്ടായിരുന്നു. പാവയ്ക്ക വാങ്ങിച്ചപ്പം കിട്ടിയതും പയർ വാങ്ങിച്ചപ്പം കിട്ടിയതിൻ്റെയൊക്കെ വിത്താണ് നമ്മൾ പിന്നീട് ഇട്ടിരുന്നത്. തഴച്ച് വളർന്ന് കയറി വരുന്നതിന് മുന്നേ തന്നെ പടർത്തി നമുക്ക് ആ കോണിപ്പടി കൂടെ വിടാമെന്നൊക്കെ ഉള്ള ഡിസിഷനിൽ വരെ ഞാൻ എത്തിയിരുന്നു. ഇപ്പോഴത്തെ ചൂട് കാരണം ഒന്നും ചെറുതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അങ്ങോട്ടേക്ക് വളരുന്നില്ലെന്നാണ് മമ്മിയെ വിളിച്ചപ്പം പറയുന്നത്. നോക്കാം, മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് കിളുത്ത് വരുമായിരിക്കും പ്രതീക്ഷ. നമ്മളുടെ ഈ വീടിൻ്റെ അവിടെ തണലിന് മരങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം നല്ല രീതിക്ക് നമ്മൾക്ക് വീട്ടിലേക്ക് ചൂടിറങ്ങും. അതുകൊണ്ട് ഡെയിലി നനച്ചു കൊടുത്തില്ലെങ്കിൽ ഒന്നും അങ്ങോട്ടേക്ക് കയറി വരില്ല. ഇതൊക്കെയാണ് ഞാൻ നട്ട ചെടികൾ. ആ തെച്ചി 2 എണ്ണമൊക്കെ ഞാൻ അല്ലാതെ വാങ്ങിച്ചതാണ് ഷോപ്പിൽ നിന്ന്. ഇനി നാട്ടിൽ ചെല്ലുമ്പം കാണാം ഇതിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.